ഒരു ധനികനായ മനുഷ്യൻ അയാൾ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് യേശുവിനെ വിളിക്കണം, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ മറുപടി, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്ന എന്തിനാ? ദൈവം മാത്രമേ നല്ലവനുള്ളൂ. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ പറയുന്നു യേശു തന്നെ പറഞ്ഞു യേശു ദൈവമല്ലെന്ന്. കണ്ടോ, ആ അർത്ഥത്തിലല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞ നോക്കിക്കേ, ഞാൻ ദൈവമാണ്, ഞാനിപ്പോൾ മനുഷ്യനായി ലിമിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോൾ ഇസ്രായേലിലാണ്, ഇന്ത്യയിലല്ല. കണ്ടോ, ഇസ്രായേൽക്കാർക്ക് ഇപ്പോൾ എന്നെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, ആഫ്രിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും ഇല്ല. അതുകൊണ്ട് മനുഷ്യനായി വന്ന ഞാൻ ദൈവത്തോളം നല്ലവനല്ല, ദൈവം മാത്രമേ നല്ലവൻ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശരീരത്തിൽ വന്ന ഞാൻ ലിമിറ്റഡ് ആണ്, അത് ദൈവനിയോഗപ്രകാരമാണ്, ഈ കുറഞ്ഞ കാലയളവിലേക്കാണ് എന്നുള്ള അർത്ഥത്തിനാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യേശു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഈ കൽപ്പനകളൊക്കെ പാലിക്കുക. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ധനികനാണെന്ന് ഓർക്കണം, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചു വരുന്നുണ്ട്. യേശു അവനെ നോക്കി സ്നേഹിച്ചു, എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം കിട്ടും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ആ മനുഷ്യൻ സമ്പത്തുള്ളവനായതുകൊണ്ട് ഇതെല്ലാം വിൽക്കാനുള്ള മടി കൊണ്ട് അവൻ യേശുവിനെ അനുഗമിക്കാതെ വിട്ടുപോയി. എനിക്ക് നിത്യജീവനും വേണ്ട, സ്വർഗവും വേണ്ട, ഞാൻ അബദ്ധത്തിൽ ചോദിച്ചതാണ്, ഇത് വിറ്റിട്ടുള്ള ഒരു കളിയും വേണ്ട എന്ന് പറഞ്ഞ് അവനങ്ങ് പോയി. കണ്ടോ, ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്യുന്നില്ല, പക്ഷേ ആത്മീയ വ്യഭിചാരം ചെയ്യുന്നു. കൊല്ലുന്നില്ല, പക്ഷെ അവൻ ഷെയർ ചെയ്യാത്തിടത്തോളം കാലം സഹോദരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ കള്ളസാക്ഷ്യം പറയുന്നില്ല, പക്ഷെ അവൻ കള്ളത്തരമാണ് കാണിക്കുന്നത്. അവൻ ചതിക്കുന്നില്ല, പക്ഷേ അവൻ ആത്യന്തികമായി ചതിച്ചുകൊണ്ടിരിക്കുക. അവൻ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ അവൻ ബഹുമാനിക്കുന്നില്ല. കാരണം നീതിമാന്റെ പിതാവ് അത്യധികം സന്തോഷിക്കും. അവൻ്റെ പെറ്റമ്മ ആഹ്ലാദിക്കണമെങ്കിൽ അവൻ നീതിമാനാകണം, അവൻ നീതി ചെയ്യണമായിരുന്നു. സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാതെ ഭൂമിയിൽ കുറ്റിയടിച്ച് താമസിക്കുന്നവർ ആ കുറ്റികളെ അറുത്ത് കളയണം. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ റിലീജിയസ് ആയിട്ട് ജീവിച്ചാലും നിത്യതയിലെത്താൻ കഴിയുകയില്ല. പണം, സമ്പത്ത് തടസ്സമാകരുത് യഹോവയെ, ദൈവത്തെ അന്വേഷിക്കാൻ.